ഹലോ ഗായ്സ്, വെൽക്കം ടു ഈ സീക്വൻസ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർത്ത് സെമിസ്റ്റർ സ്പെക്ട്രം സെക്കൻഡ് മൊഡ്യൂളാണ് കൊമാല. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആൻസർ ആട്ടോ ഞാൻ പറയുന്നത്, അതിൻ്റെ ആൻസേഴ്സാണ് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസിൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് വിശ്വനാഥൻസ് വൈഫ്? ആരാണ് വിശ്വനാഥൻ്റെ വൈഫ്? രാധ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് രാധാസ് പ്രൊഫഷൻ? രാധൻ്റെ പ്രൊഫഷൻ എന്താണ്? ടൈലർ. ഇൻ വിച്ച് നോവൽ ഈസ് കൊമാല എ ടൗൺ ഓഫ് ഡെഡ്? ഏത് നോവലിലാണ് കൊമാല ടൗണിനെ കുറിച്ച് ടൗൺ ഓഫ് ഡെഡ് എന്ന് പറയുന്നത്? പെഡ്ര പരാമോ. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ഓഥർ ഓഫ് പെഡ്ര പരാമോ? ജോൺ റൾഫോ. Then fifth question, which day did Vishwanathan select to commit suicide? Independence Day. Okay. Then section B, answer the following questions in 2 or 3 sentences ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് കുണ്ടൂർ വിശ്വനാഥൻ അട്രാക്ട് മീഡിയ അറ്റൻഷൻ ആണ്. കുണ്ടൂർ വിശ്വനാഥൻ എങ്ങനെയാണ് മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയത്? അത് നമ്മൾ പുറത്ത് പ്ലക്കാർഡ് വെച്ച് പറഞ്ഞില്ലേ, അതാണ് പറയുന്നത്. കുണ്ടൂർ വിശ്വനാഥൻ അട്രാക്ട് മീഡിയ അറ്റൻഷൻ ബൈ ഹാങ്ങിങ് എ ബോർഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഹൗസ് saying that because of severe debt he and his family member will commit collectively suicide at a stroke at midnight on August 15. He was a 45 years old man. He had stood surety for a loan taken by his friend Sudhakaran. Now the bank is planning to confiscate Vishnathan's house and plot. അപ്പോൾ എങ്ങനെയാണ് കുണ്ടൂർ വിശ്വനാഥൻ മീഡിയൻ്റെ ശ്രദ്ധ പിടിച്ച് പറ്റി ചോദിക്കണം. അങ്ങനെ ഒരു പ്ലക്കാർഡ്, പിന്നെ വീടിന് മുമ്പ് ഒരു പ്ലക്കാർഡ് വെച്ചു, ഒരു ബോർഡ് വെച്ചു. ഞാനും എൻ്റെ ഫാമിലിയും കളക്റ്റീവ്ലി എല്ലാവരും ചേർന്നിട്ട് സൂസൈഡ് ചെയ്യാണ്. ഓഗസ്റ്റ് 15 മിഡ് നൈറ്റിൽ ഞങ്ങൾ എൻ്റെ ഫാമിലിയും സൂസൈഡ് ചെയ്യാണ്. പിന്നെ അതിന് കാരണമായിട്ട് എന്താ പറയുന്നത്, പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിന് സാക്ഷി നിൽക്കും എന്നൊക്കെ പറഞ്ഞു. ലോണിന് വേണ്ടിയിട്ട് നമ്മൾ ഷുവറിറ്റി നിൽക്കാറുണ്ട്, സാക്ഷി നിൽക്കുകയാണ്. അപ്പോൾ സാക്ഷി നിന്നിരുന്നു, ലോൺ എടുക്കാൻ വേണ്ടി സാക്ഷി നിന്നിരുന്നപ്പോൾ സുധാകരൻ മുങ്ങിയപ്പോൾ ഫുള്ളും കടം വിശ്വനാഥൻ്റെ മേൽക്ക് വന്നു. അപ്പോൾ അത് കാരണം പിന്നെ വിശ്വനാഥൻ മുങ്ങിയ കാരണം പിന്നെ ആ ക്യാഷ് കൊടുക്കേണ്ട ആരാണ്? സുധാകരൻ മുങ്ങിയില്ല. അപ്പോൾ ഇനി വിശ്വനാഥൻ ആ ക്യാഷ് കൊടുക്കണം, പക്ഷേ വിശ്വനാഥൻ്റെ കയ്യിലില്ല. അപ്പോൾ ഇപ്പോൾ ബാങ്ക് എന്ത് പ്ലാൻ ചെയ്യുന്നുണ്ട്? കോൺഫിസ്കേറ്റ് വിശ്വനാഥൻസ് ഹൗസ് ആൻഡ് പ്ലോട്ട്. വിശ്വനാഥൻ്റെ വീട് ജപ്തി ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ വാട്ട് വേ ഡിഡ് വിശ്വൻ ഇൻട്രൊഡ്യൂസ് ഹിംസെൽഫ് ടു ന്യൂ ആങ്കർ? എങ്ങനെയാണ് വിശ്വൻ ന്യൂസ് ആങ്കറിനോട് തന്നെ പരിചയപ്പെടുത്തിയത്? വിശ്വൻ ഇൻട്രൊഡ്യൂസ്ഡ് ഹിംസെൽഫ് ടു എ ന്യൂസ് ആങ്കർ ബൈ സെയിങ് ദാറ്റ് he was from Kundur. He was a wife and 2 daughters. He put together this 7.5 cent plot and the house by suffering a lot of problems, including starving. If the bank take it away, he has no choice but to commit suicide. Okay. വിശ്വൻ പറഞ്ഞു, അയാൾ കുണ്ടൂരിൽ നിന്നാണ് വരുന്നത്. അയാൾക്ക് ഭാര്യയും 2 പെൺമക്കളാണുള്ളത്. ഒരുപാട് സഹിച്ചാണ് ശേഷമാണ് 7 സെൻറ്റ് ഒരു ഭൂമി, ഒരു വീടൊക്കെ അവർക്ക് സ്വന്തമായി ഉണ്ടായത്. അത് ബാങ്ക് ജപ്തി ചെയ്യാൻ തീരുമാനിച്ചാൽ അവർക്ക് വേറൊരു വഴിയില്ല ആത്മഹത്യ ചെയ്യാനല്ലാതെ. ഓക്കെ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ വാസ് സുധാകരൻ റിലേറ്റഡ് ടു വിശ്വനാഥൻ? സുധാകരനും വിശ്വനും തമ്മിലുള്ള ബന്ധം എന്താണ്? സുധാകരൻ വാസ് റിലേറ്റഡ് ടു വിശ്വനാഥൻ ബൈ ബീങ് ക്ലാസ്മേറ്റ്. അവർ രണ്ടുപേരും ക്ലാസ്മേറ്റ്സ് ആണ്. ദേ സാറ്റ് അറ്റ് ദ സെയിം ബെഞ്ച് ഇൻ ദ ഗവൺമെൻറ് ഹൈസ്കൂൾ വെള്ളൂർ. അവർ രണ്ടുപേരും ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചതാണ് ഗവൺമെൻറ് ഹൈസ്കൂൾ വെള്ളൂരിൽ. ദേ ബോത്ത് റിമെമ്പേർഡ് ടീച്ചർ പൊടുവാൾസ് ടീച്ചിങ് ഹെൽപ്പിംഗ് അതേഴ്സ് ഈസ് ആൻ ആക്ട് ഓഫ് ഹോളിനെസ്. നമ്മൾ വേറെ ഉള്ളവരെ സഹായിക്കുന്നത് അതൊരു പുണ്യമുള്ള കാര്യമാണെന്ന്. ഓക്കെ. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് വിശ്വനാഥൻ fall into debt trap? എങ്ങനെയാണ് വിശ്വനാഥൻ കെണിയിൽ വീണത്? വിശ്വനാഥൻ fell into debt trap by standing surety for a loan of 15,000 Sudhakaran took from the Vellur Cooperative Bank. വിശ്വനാഥൻ്റെ ഫ്രണ്ട് സുധാകരന് വെള്ളൂർ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് 50,000 ലോൺ എടുത്തപ്പോൾ അതിന് ഷ്യൂറിറ്റി നിന്നാണ് സാക്ഷി നിന്നു. അതാണ് വിശ്വനാഥന്.
Sudhakaran reminded Vishwanathan of teaching of Pudwals who taught him helping others is an act of holiness. സുധാകരൻ പിന്നെ പറഞ്ഞു, പിന്നെ വിശ്വനാഥനോട് പറഞ്ഞു, നമ്മൾ ഫുട്ബോൾ ടീച്ചർ പറഞ്ഞിട്ടില്ലായിരുന്നോ വേറെയുള്ളവരെ സഹായിക്കണം അതൊരു പുണ്യമുള്ള കാര്യമെന്നൊക്കെ പറഞ്ഞു. ആൻഡ് മെയ്ഡ് ഹിം സൈൻ ആസ് ഷ്യൂറിറ്റി ഫോർ ദ ലോൺ ഹി ടുക്ക്. അങ്ങനെ വിശ്വനാഥനെ കൊണ്ട് പിന്നെ സാക്ഷി നിൽക്കാൻ പറഞ്ഞ് സൈൻ ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. Then fifth question, what was Madhavan Nair, the bank secretary, explanation regarding Vishwanathan's suicide intimation? വിഷൻ്റെ ആത്മഹത്യ ഭീഷണിയെക്കുറിച്ച് ബാങ്ക് സെക്രട്ടറിയായ മാധവൻ നായരുടെ വിശദീകരണം എന്തായിരുന്നു? മാധവൻ നായർ, the bank secretary, said that the bank could only act under the Cooperative Bank Act. അയാൾ പറഞ്ഞത് ബാങ്കിൻ്റെ സെക്രട്ടറിയാണ് മാധവൻ നായർ. അയാൾ പറഞ്ഞു ബാങ്കിന് പിന്നെ ബാങ്കിൻ്റെ റൂൾസും റെഗുലേഷൻസും ആക്ട് അതിനനുസരിച്ചിട്ടേ പിന്നെ പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. ഇറ്റ് ഈസ് ദി ഡ്യൂട്ടി ഓഫ് ദി ഷ്യൂറിറ്റി ടു റീപേ ദി ക്യാപിറ്റൽ ആൻഡ് ഇൻട്രസ്റ്റ് ഇഫ് സുധാകരൻ ഫെയിൽസ് ടു പേ. ഇത് സാക്ഷി നിൽക്കുന്ന ആളുടെ പിന്നെ ബാധ്യതയാണ്. ഇപ്പോൾ സുധാകരന് ആ കാശ് തിരികെ തരാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഷ്യൂറിറ്റി നിന്ന്, അതായത് സാക്ഷി നിന്ന ആളാണ് തരേണ്ടതെന്ന് പറയണം. ദ എമൗണ്ട് നൗ ഈസ്, ഇപ്പോൾ പലിശ അടക്കാൻ പിന്നെ എമൗണ്ട് എത്ര ആയിട്ട് 19,345. ഇഫ് വിഷ്വൻസ് ഡസ് നോട്ട് പേ ദ ബാങ്ക് ഹാസ് ടു കോൺഫിസ്കേറ്റഡ് ദ ഹൗസ് ആൻഡ് പ്ലോട്ട്. ഇപ്പോൾ പിന്നെ വിഷന് ഇത് അടക്കാൻ സാധിച്ചില്ലെങ്കിൽ അയാളെ വീടും സ്ഥലവും ഞങ്ങൾക്ക് ജപ്തി ചെയ്തേ പറ്റുള്ളൂ. ദ ബാങ്ക് ഹാഡ് സ്പെൻഡ് നോട്ടീസ് ആൻഡ് ഗിവൺ ഇനഫ് ആൻഡ് മോർ ടൈം ടു വിഷൻസ് ടു മേക്ക് ദ പേയ്മെൻറ്റ്. ബാങ്ക് ഒരുപാട് തവണ പിന്നെ നോട്ടീസ് അയച്ചിരുന്നു പിന്നെ വിഷൻ്റെ വീട്ടിലേക്ക് എന്ന് പറയും. ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് വിശ്വനാഥൻ റീപേ 7,000 rupees ടു ദ ബാങ്ക്? വിശ്വനാഥൻ എങ്ങനെയാണ് 7,000 രൂപ ബാങ്കിൽ അടച്ചത്? വിശ്വനാഥൻസ് റീപെയ്ഡ് 7,000 rupees ടു ദ ബാങ്ക് ബൈ ടേക്കിംഗ് ദ മണി ഫ്രം ഹിസ് വൈഫ് രാധ, ഹു വർക്ക്ഡ് വെരി ഹാർഡ് ഓൺ her tailoring job. Because of excess work with the sewing machine, she even got her knee swollen and she had to take medicine for a week. 7,000 രൂപ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ പിന്നെ വിശ്വനാഥൻ്റെ വൈഫ് ടൈലറിങ് ഒക്കെ ജോലി ചെയ്തിട്ട് രാപ്പകലില്ലാണ്ട് ജോലി ചെയ്ത് അധ്വാനിച്ചുണ്ടാക്കിയ കാശാണ്. ഇപ്പോൾ അങ്ങനെ ടൈലറിങ് ചെയ്തിട്ട് പിന്നെ അവളുടെ ഈ ഭാര്യയുടെ മുട്ടുകാലൊക്കെ നല്ലോണം വീങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയണം. Then seventh question, why did Madhavan Nair say that Vishwanathan's could not expect some clemency from the bank like writing of agriculture debt? ബാങ്കിൽ നിന്നും കൃഷിക്കും മറ്റും എടുക്കുന്ന ലോൺ എഴുതി തള്ളുന്ന വിധത്തിലുള്ള യാതൊരു ദയയും പ്രതീക്ഷിക്കരുത് എന്ന് വിശ്വനാഥനോട് എന്തുകൊണ്ടാണ് മാധവൻ നായർ പറഞ്ഞത്? Madhavan Nair said that Vishwanathan could not expect any clemency from bank like writing of agriculture debt because if the bank start doing at the same because of the cries and tears of the people, it would have to close down. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് മാധവൻ നായർ പറഞ്ഞത് എന്താ വെച്ചാൽ, ഇങ്ങനെ ഫാർമേഴ്സിൻ്റെ ഒക്കെ കരച്ചിലും കണ്ണീരൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഞങ്ങൾക്ക് പിന്നെ ഈ ബാങ്ക് പൂട്ടി പോകേണ്ടി വരും, അല്ലാതെ ഒരു മാർഗ്ഗം ഉണ്ടാവില്ല. All the employees of the bank then will lose their jobs and they will have to stay home. അപ്പം എല്ലാ ബാങ്കിലുള്ള എല്ലാ എംപ്ലോയീസിനും അവരുടെ ജോലി നഷ്ടപ്പെട്ടാൽ വീട്ടിലിരിക്കേണ്ടി വരും. Moreover, it's not the bank's responsibility to look after the welfare of the people. അതുപോലെ തന്നെ ബാങ്കിൻ്റെ ഡ്യൂട്ടി അല്ല പിന്നെ പീപ്പിൾസിൻ്റെ വെൽഫെയർ നോക്കൽ. വൈ ഡിഡ് അലക്സ് പൊന്നൂസ് കമ്പയർ കേരള ടു കൊമാല? എന്തുകൊണ്ടാണ് അലക്സ് പൊന്നൂസ് കേരളത്തെ കൊമാലയുമായി താരതമ്യം ചെയ്തത്? അലക്സ് പൊന്നൂസ് കമ്പയർഡ് കേരള ടു കൊമാല ബിക്കോസ് ദ കേരള ഹാസ് ദ ഹയസ്റ്റ് റേറ്റ് ഓഫ് സൂസൈഡ് ഇൻ ദ കൺട്രി. 11,300 people committed suicide in 2004. Even school children here think of committing suicide. എന്തുകൊണ്ടാണ് അലക്സ് പൊന്നൂസ് കമ്പയർ ചെയ്തതെന്ന് വെച്ചാൽ, കൊമാല കമ്പയർ ചെയ്തത് വെച്ചാൽ കേരളയിലാണ് 2004 ഏറ്റവും കൂടുതൽ പീപ്പിൾ സൂസൈഡ് ഇട്ടുള്ളത്, 11,300 പേര്. ഓക്കെ, ഈവൻ ചെറിയ സ്കൂൾ കുട്ടികൾ വരെ സൂസൈഡിന് ശ്രമിച്ചിട്ടുണ്ട്. ഇഫ് സൂസൈഡ് ഗോ ഓൺ ലൈക്ക് ദിസ് ബൈ നെക്സ്റ്റ് ഡിക്കേഡ് കേരള വിൽ ബി ദി സ്റ്റേറ്റ് ഓഫ് ഡെഡ്. ഇങ്ങനെ അടുത്ത നൂറ്റാണ്ടിലും ഇങ്ങനെ പോയാൽ നമ്മൾ കേരള എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് ഡെഡ്, ഒരു പിന്നെ ഡെഡ് ശവങ്ങളുടെ ഒരു സംസ്ഥാനമായി മാറും.
it will then be like comala in the novel Petra Paramo. അപ്പോൾ നമ്മൾ പിന്നെ പെട്ര പൊരാമയിലുള്ള കൊമാല എന്ന ഒരു ടൗണിൻ്റെ അവസ്ഥയാവും നമ്മൾ കേരളത്തിൽ എന്നാണ് പറയുന്നത്. കൊമാല ഇസ് ലൈക്ക് ഗോസ്റ്റ് ടൗൺ where people are mentally and spiritually dead even though they are physically alive. Then, ninth question, on what grounds, according to Fatima Begum, would Vishwans be charged even he failed to commit suicide? ഫാത്തിമ ബീഗത്തിൻ്റെ അഭിപ്രായത്തിൽ വിശ്വൻ ആത്മഹത്യയിൽ നിന്ന് പരാജയപ്പെടുകയാണെങ്കിൽ എന്തെല്ലാം ചാർജുകൾ അയാളിൽ ചുമത്താൻ പറ്റും? അക്കോർഡിംഗ് ടു ഫാത്തിമ ബീഗം, വിശ്വൻ വുഡ് ബി ചാർജ്ഡ് even if he failed to commit suicide because of attempted suicide and also prompting others to commit suicide. Section 309 of IPC make the attempt to commit suicide an offence. It can be up to 10 years in prison. Persuading one to commit suicide is also an offence. Vision will be charged on both counts. അപ്പോൾ ഫാത്തിമ ബീഗം പറയുന്നത് എന്താ വെച്ചാൽ പിന്നെ ഇങ്ങനെ ഒരു സൂയിസൈഡ് ചെയ്തിട്ട് അവർ മരിച്ചില്ലെങ്കിൽ പിന്നെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതിന് ഇതിനുള്ള കുറ്റവും ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചതിനുള്ള കുറ്റം, രണ്ട് കുറ്റം വിശ്വനാഥൻ്റെ മുകളിൽ ചുമത്തപ്പെടും. അത് 10 വർഷമൊക്കെ ജയിലിൽ തടവിലാക്കപ്പെടും എന്നൊക്കെ പറയുന്നത്. Then 10th question, why did Vishwan exhort people from the news channels not to lend more than 5,000 rupees to anybody? 5,000 രൂപയിൽ കൂടുതൽ ആർക്കും കടം കൊടുക്കരുത് എന്തുകൊണ്ടാണ് വിശ്വനാഥൻ ന്യൂസ് ചാനലിൽ കൂടി ഞങ്ങളോട് പറഞ്ഞത്? വിശ്വൻ എക്സോർട്ടഡ് ദ പീപ്പിൾ ത്രൂ ദ ന്യൂസ് ചാനൽ നോട്ട് ടു ലെൻഡ് മണി ദാൻ 5,000 ടു എനിബഡി ബിക്കോസ് ഇഫ് ദ പ്രോബ്ലം ഓഫ് മണി കംസ് അപ്പ് ലേറ്റർ യു വിൽ ഗെറ്റ് ഇൻ ടു എൻ ആർഗ്യുമെൻറ്റ് ആൻഡ് യുവർ റിലേഷൻ ഫീൽസ് അപ്പാർട്ട്. എ സിമ്പിൾ ഇതിൽ പറഞ്ഞാൽ നമ്മൾ ആർക്കും 5,000 രൂപ കടം കൊടുക്കരുത്. കാരണം കടം കൊടുത്താൽ പിന്നെ നമ്മൾ തിരിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് ആദ്യം ഒരു ബുദ്ധിമുട്ടേക്കാരം. പിന്നെ ഇങ്ങനെ നമ്മൾ ചോദിക്കുന്നവർ അവർക്ക് തരാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളുടെ ഡിസ്റ്റൻസ് നമ്മൾ തമ്മിലുള്ള ബന്ധം അകന്ന് പോകുന്ന പറയുന്നത്. എ സിമ്പിൾ ആർഗ്യുമെൻറ്റ് വിൽ മേക്ക് എനി റിലേഷൻഷിപ്പ് കൊളാപ്സ് ആൻഡ് ക്രംബിൾ ഇൻ എ മൊമെൻറ്റ്. സോ ഇഫ് യു ഹാവ് ടു ലെൻഡ് മോർ ദാൻ 5,000 ഗെറ്റ് എ കോൺട്രാക്ട് ആൻഡ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്. ഓക്കെ, അപ്പോൾ അങ്ങനെ വല്ല കോൺട്രാക്റ്റിന് 5,000 കൂടുതൽ വാങ്ങുകയാണെങ്കിലും ഒരു പോസ്റ്റ് ഡേറ്റഡ് ചെക്കൊക്കെ നിങ്ങൾ വാങ്ങി വെക്കണം. ദെൻ 11th question, what was the topic of discussion in ന്യൂസ് ടൈം ദ ഡേ ആഫ്റ്റർ? പിറ്റേ ദിവസം ഇന്ന് ന്യൂസ് ടൈമിൽ എന്തായിരുന്നു സംവാദത്തിൻ്റെ വിഷയം? ദ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ഇൻ ന്യൂസ് ടൈം ദ ഡേ ആഫ്റ്റർ വാസ് ദ ലോഞ്ച് ഓഫ് ഡിസ്കവറി. Will Columbia be repeated? The channel had received no response to the opinion poll it had sought on the issue of Vishwanathan's suicide. People were disinterested and they did not take a part in the poll. Then 12th question, why did Vishwan say to his wife that the വേൾഡ് മൂവ് ഓൺ ദ ബാക്ക് ഓഫ് ഹോപ്പ്? എന്തുകൊണ്ടാണ് വിഷ്ണു തൻ്റെ ഭാര്യയോട് പറഞ്ഞത് ഈ ലോകം സഞ്ചരിക്കുന്നത് പ്രത്യക്ഷയുടെ പുറത്ത് കയറിയാണെന്ന്? വിഷ്ണു ടോൾഡ് ഹിസ് വൈഫ് he wanted to find Sudhakaran and he was going out to look for him. Then she told him that he would never find Sudhakaran. In response to her permission, Vishwan told his wife that the world moves on the back of hope. No one should not lose hope. വിഷ്ണു അവൻ്റെ ഭാര്യയോട് പറഞ്ഞു അയാൾ സുധാകരനെ അന്വേഷിക്കാൻ പോവുകയാണ്. അപ്പോൾ അവൾ പറഞ്ഞു സുധാകരനെ ഒരിക്കലും നിങ്ങൾക്ക് കണ്ടു കിട്ടാൻ പോകുന്നില്ല. Then 13th question, why did Vishwanathan feels that he was in Comala while standing on the national highway? നാഷണൽ ഹൈവേയിൽ നിൽക്കുമ്പോൾ വിഷ്ണു എന്തുകൊണ്ടാണ് താൻ കൊമാലയിലാണെന്ന് തോന്നുന്നത്? Vishwanathan felt that he was in Comala while standing on the national highway because he was trying to wave down some trucks to get a ride. കാരണം അയാൾക്ക് പിന്നെ നമ്മുടെ നാടും കൊമാലയെ പോലെയാണ് തോന്നാൻ കാരണം എന്താ വെച്ചാൽ അയാൾ റോഡ് സൈഡിൽ കുറേ വണ്ടികൾക്ക് കൈ കാണിച്ചു, പക്ഷെ ഒന്നും ഒരു റൈഡ് തരാൻ വേണ്ടി നിർത്തുന്നില്ല. ബട്ട് നോബഡി സ്റ്റോപ്ഡ്, ആരും നിർത്തുന്നില്ല. From where he stood,
he could see Tattukada open. Many people were there. The only noise was from the stove under the samovar. The people were keeping plates in their hands, trying to get the meat fry in the oil. Then Vishen thought that people of Komala were also like this. He thought of people like Abundio and Donna Edwiges from Komala. അവിടെ നിന്നുകൊണ്ട് അയാൾ അതിലെ പോകുന്ന ട്രക്കുകളെ കൈ കാണിച്ചു നിർത്തുവാൻ ഒരു റൈഡ് കിട്ടാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ആരും നിർത്തുന്നില്ല. അവിടെ നിന്നുകൊണ്ട് അയാൾക്കൊരു തട്ടുകട കാണാമായിരുന്നു. ധാരാളം പേര് അതിൽ ചുറ്റുമുണ്ട്. സമോവർ ചൂടാക്കുന്ന സ്റ്റൗവിൽ നിന്ന് വരുന്ന സൗണ്ട് മാത്രമേ ഇപ്പോൾ കേൾക്കാനുള്ളൂ. എണ്ണയിൽ വെന്തുകൊണ്ടിരിക്കുന്ന ഇറച്ചി കഷ്ണങ്ങൾക്ക് വേണ്ടി എല്ലാവരും പ്ലേറ്റുകൾ കയ്യിൽ പിടിച്ച് നിൽക്കുകയായിരുന്നു. കൊമാലയിലെ ആൾക്കാരും ഇതുപോലെ തന്നെയാണ്. വിഷൻ ഇപ്പോൾ ഓർമ്മ വന്നത് കൊമാലയിലെ കഥാപാത്രങ്ങളായ അബുണ്ടയെയും ഡോണ എഡു വികസയെയും ആണ്. Then 14th question, what thought did splash through Vishwan's mind when the middle-aged man got into the jeep? മധ്യവയസ്കൻ ജീപ്പിലേക്ക് കയറിയപ്പോൾ എന്തു ചിന്തയാണ് വിഷ്ണുവിൻ്റെ മനസ്സിലുണ്ടായത്? The jeep driver even refused to take the accidental victim and Vishwan was trying to get the victim into the jeep alone. Then Vishwan thought he was in Komala. But then suddenly a middle-aged man came and told him that he would go with him. He jumped into jeep even without waiting for Vishwan's response. Then Vishwan thought that there were certain places left in Komala that are not yet dried up. Then 15th question, what did the middle-aged man say while stopping the jeep in which Vishwan carried the wounded young man? അപകടത്തിൽപ്പെട്ട ചെറുപ്പക്കാരനെ വിഷ്വൻ കൊണ്ടുപോകുന്ന ജീപ്പ് നിർത്തിയപ്പോൾ മധ്യവയസ്കൻ എന്താണ് പറഞ്ഞത്? He said he was sorry to get down there. He pointed out his house to Vishwan. He said on the highway he was desperately trying to get a vehicle when he saw jeep that was to carry the wounded young man because he has taken into jeep. He would reach his home comfortably and he thanked Vishwans and driver and wished them good night. അപ്പം അവിടെ ഇറങ്ങുന്നതിൽ ഖേദമുണ്ടെന്ന് അയാൾ പറഞ്ഞു. തൻ്റെ വീട് അയാൾ വിഷ്ണുവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. വീട്ടിലേക്ക് പോകാനായി ഒരു വാഹനം നോക്കുമ്പോഴാണ് അപകടം പറ്റി ചെറുപ്പക്കാരനെ കൊണ്ടുപോകാനുള്ള ജീപ്പ് അയാൾ കണ്ടത്. ജീപ്പിൽ വന്നത് കാരണം അയാൾക്ക് എളുപ്പത്തിൽ വീടെത്താൻ പറ്റി. വിഷ്ണുവിനോടും ഡ്രൈവറോടും നന്ദി പറയുകയും അവർക്ക് അയാൾ ശുഭരാത്രി ആശംസിക്കുകയും ചെയ്തു. Okay, then 16th question, what were the thoughts splashed through Vishwan's mind while collecting water for dying man? മരിക്കുന്ന ആൾക്ക് വേണ്ടി വെള്ളം ശേഖരിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്തെല്ലാം ചിന്തകളാണ് വിഷ്ണുവിൻ്റെ മനസ്സിൽ കൂടി കടന്നു പോയത്? Vishnu thought that dying man also might have traveled to many places like him. He also might have talked to several people. He took much, lost things and wept, won and rejoiced, loved and hate, fallen and risen again. People might have discussed him once, conducted opinion polls about him. Then 17th question, why did Vishwan conclude that the treat of suicide displayed in front of his house was a huge absurdity? എന്തുകൊണ്ടാണ് വിഷ്വൻ വിചാരിച്ചത് തൻ്റെ വീടിന് മുമ്പിൽ വെച്ചിരിക്കുന്ന ആത്മഹത്യാ ബോർഡ് ഒരു വലിയ മണ്ടത്തരമാണെന്ന്? വിഷ്വൻ കൺക്ലൂഡഡ് ദാറ്റ് the treat of suicide displayed in front of his house was a huge absurdity because he thought his debt was to a drop of water. He has repaid it. Therefore, the suicide note is an absurdity as he wants nothing more to anybody. Then section C is answer the following questions in a paragraph. The character sketch of Sudhakaran. Sudhakaran. Then second question, justify title Komala. ഇതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ കേട്ടോ. Third question, the piece of advice Vishwan gave to people in news time. News time പ്രേക്ഷകർക്ക് വിഷ്വൻ കൊടുത്ത ഉപദേശം. Fourth question, the comparison between Komala and Kerala. Fifth question,
The circumference that led to suicide. Treat of Vishwans in Comala. കൊമാലയിൽ വിശ്വൻ ആത്മഹത്യാ ഭീഷണി മുഴക്കുവാനുണ്ടായ ചുറ്റുപാടുകൾ. Then sixth question, comment on the ending of Comala. Then section 4, answer the following question in about 900 words. First question, examine how Santosh Etchikanam portrayed an unsympathetic society in Comala. കൊമാലയിലെ സഹാനുഭൂതിയില്ലാത്ത സമൂഹത്തെ എങ്ങനെയാണ് സന്തോഷ് എച്ചിക്കാനം വരച്ചു കാണിക്കുന്നത്? വിശദമാക്കുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ സെക്കൻഡ് മോഡ്യൂളും എല്ലാ ക്വസ്റ്റ്യൻസും മാക്സിമം എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. Okay, thank you. All the best for exam.